ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ കടലിനടിയിലേക്ക്, സമുദ്രത്തിനടിയിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ കടലിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സ്യങ്ങൾക്ക് പകരം നിങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് കടലിനടിയിൽ ചവിട്ടുപടികളുള്ള ഷാർപ്പ് എഡ്ജുകളുള്ള ഒരു പുരാതന ക്ഷേത്രമാണോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ പാറക്കല്ല് കണ്ണിൽ പെടുന്നു. ആരും അറിയാതെ കടലെടുത്തുപോയ ഒരു പുരാതന സിവിലൈസേഷന്റെ ഭാഗമാണ് ഇതെന്ന് തോന്നിപ്പോകും അല്ലെ? ഇത് തന്നെയാണ് 1986 ജപ്പാനിലെ യൊനഗുനി ദ്വീപിൽ നിന്ന് അണ്ടർ വാട്ടർ എക്സ്പ്ലോർ ചെയ്യാൻ പോയ കിഹാച്ചിറോ അരാറ്റക്കെ എന്ന വ്യക്തി അനുഭവിച്ചറിഞ്ഞത്. ഇതാണ് യൊനഗുനി മോണ്യുമെന്റ്സ് അല്ലെങ്കിൽ യൊനഗുനി സ്മാരകം എന്നറിയപ്പെടുന്നത്. ഇതറിഞ്ഞെത്തിയ ഗവേഷകർ ഞെട്ടിപ്പോയി. കാരണം വളരെ പെർഫെക്റ്റ് ആയിട്ട് പണി തീർത്തിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന ചവിട്ടുപടികൾ, സ്റ്റെപ്പുകൾ, ഒരു ക്ഷേത്രത്തിലേക്ക് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പാതകൾ, ടെറസുകൾ, മാത്രമല്ല 10 മീറ്ററുകളോളം വലിപ്പമുള്ള ഷാർപ്പ് എഡ്ജുകൾ പുരാതന പിരമിഡുകളോട് സാദൃശ്യമുള്ളതുമായിരുന്നു. കടലിനടിയിലായതുകൊണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇത് മനുഷ്യനിർമ്മിതമാണോ അല്ലെങ്കിൽ പ്രകൃതിയെ ഫോം ആയതാണോ നാച്ചുറലി ഫോം ആയതാണോ എന്നതിൽ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് മനുഷ്യനിർമ്മിതമായിരിക്കില്ല എന്ന് പറയുന്നതിന് കാരണം ഭൂമി കുലുക്കവും വെള്ളത്തിന്റെ ഒഴുക്കും ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുള്ള തേയ്മാനവും എല്ലാം തന്നെ ഇതിന് കാരണമായേക്കാം. ചിലപ്പോഴൊക്കെ പ്രകൃതി ആർട്ടിഫിഷ്യൽ ആണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പാറ്റേൺസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് അയർലൻഡിലെ ജയന്റ് കോസ്വേ, അരിസോണയിലെ വേവ് ഫോർമേഷൻ, ചൈനയിലെ ബൈഗോങ് പൈപ്സിനെ പോലെയൊക്കെ ഒന്ന് തന്നെയാണ് ഈ യൊനഗുനി സ്മാരകം എന്നും പറയാം. കടലിനടിയിലെ ഈ യൊനഗുനി മോണ്യുമെന്റ്സിനോട് സാദൃശ്യമുള്ള റോക്ക് ഫോർമേഷൻസ് ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ എതിരായിട്ട് കല്ലിൽ പലതരം സിംബൽസ്, കൊത്തുമണികൾ കണ്ടിട്ടുണ്ടെന്ന് പലരും പറഞ്ഞെങ്കിലും ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് 100% ഉറപ്പിക്കാൻ വണ്ണം തെളിവുകളൊന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ അറിയാതെ പോയ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണോ ഇത്? അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.